എല്ലാവർക്കും നമസ്കാരം. 2025 ഓണം ഇങ്ങ് എത്തി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഓണായി. അപ്പൊ ഓണക്കിറ്റ് കൊടുക്കണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഒരു ഓട്ടം പോയതാണ്. അപ്പൊ ആ ഓണക്കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയിട്ട് വരാം. മഞ്ഞക്കാടുകാർക്ക് മാത്രമായിട്ട് ഇപ്രാവശ്യം കിട്ടുള്ളൂ. ശബരിയിലെ 1/2 ലിറ്റർ അല്ലേ, ഇത് 1/2 കിലോ അല്ലേ? പായസത്തിന്റെ കൂട്ട് എന്താണ്? മല്ലിപ്പൊടി 100 ഗ്രാമാന്ന് തോന്നുന്നു. ഉപ്പ് ഒരു പാക്കറ്റ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ചായപ്പൊടി 200 ഗ്രാം ഉണ്ടാണെന്ന് തോന്നുന്നല്ലേ. പഞ്ചസാര 1 കിലോ. വെള്ളമൊക്കെ കയറി ഇറക്കണം കുറച്ച്. ഇതെന്താ? നെയ്യ് ചെറിയ പാക്കറ്റ് 1. അണ്ടിപ്പരിപ്പ്, പരിപ്പ് പായസത്തിനുള്ള പരിപ്പ് അല്ലേ. വലിയ പരിപ്പ്, സാമ്പാർ പരിപ്പ്. ഇതെന്താണിത്? സാമ്പാർ പൊടി. പയറ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഐറ്റം അല്ലേ. ഇത്രയൊക്കെ ഐറ്റാണ് നമ്മുടെ ഓണക്കിറ്റിനകത്ത് ഉള്ളത്. അപ്പോ ഇപ്രാവശ്യം പ്രളയവും ഇല്ല, കൊറോണ ഇല്ല. അത് കാരണം ബാക്കിയുള്ള കാർഡുകാർക്കൊന്നും ഈ ഓണക്കിറ്റ് ഇല്ല. മഞ്ഞക്കാടുകാർക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്രാവശ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ വിലക്കയറ്റം വെച്ച് നോക്കുമ്പോ വെള്ളക്കാടുകാർക്ക് അടക്കം ഈ ഓണക്കിറ്റ് കൊടുക്കേണ്ടതാണ്. കാര്യം അത്രയും വിലക്കയറ്റാണ് ഇപ്പൊ വെളിച്ചെണ്ണയുടെ അവസ്ഥ. ബാക്കിയുള്ള സാധനത്തിന്റെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോ വെള്ളക്കാടുകാർക്ക് പോലും ഓണക്കിറ്റ് കിട്ടിയ സന്തോഷമാവുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പൊ അതുകൊണ്ട് പിന്നെ ചുവപ്പ് കാടുകാർക്ക് ഒരു 5 കിലോ പച്ചരി ഉണ്ടായിരുന്നു. ആർക്ക് പിണ്ടം വെക്കാനെന്ന് അറിയാൻ പാടില്ല, എന്തായാലും കിട്ടി. 5 കിലോ പച്ചരി 55 രൂപയ്ക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ്. എന്തായാലും വിൽക്കാനായിട്ടൊന്നുമില്ല. ആ കൂടിയ വണ്ടി മാത്രമേ ഉള്ളൂ. അത് ഉപജീവന മാർഗമായതുകൊണ്ട് ഇപ്പൊ വിൽക്കാൻ പറ്റുമല്ലോ. എന്തായാലും വല്ലതും പണയം വെച്ചിട്ടാ പിടിച്ചിട്ടൊക്കെ ഓണം കൂടണം. അപ്പൊ ഇത്രയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്ന പിണറായി വിജയനോടും പിണറായി വിജയന്റെ പാർട്ടിക്കാരോടും ഈ സർക്കാരിനോടൊക്കെ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ടും എന്താ പറയാ, ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടും എന്തായാലും ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് വളരെയധികം